ഹലോ ഫ്രണ്ട്സ്, ഇപ്പം മുളകും പുത്തൻ പ്രൊമോ കൂട്ടുകാർ. ഇപ്പം നമ്മൾ ഓരോ പ്രൊമോയും ഓരോ എപ്പിസോഡിനും വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. കാരണം നമ്മുടെ സിദ്ധു എത്തിക്കഴിഞ്ഞിന് സിദ്ധുവും ലച്ചും തമ്മിൽ എങ്ങനെയായിരിക്കും അല്ലേ? അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ലച്ചു പൊരിഞ്ഞൊടക്കാട്ടോ, ഒരു രക്ഷയില്ല. കാരണം നമ്മുടെ സിദ്ധു മൊത്തം വീട്ടുകാരുടെ പേരുന്ന സംസാരവും കളിയും ചിരിയൊക്കെയാട്ടോ. അപ്പൊ രാവിലെ തന്നെ നമ്മുടെ ആ കനകാന്റി കൊണ്ടുവന്ന് നമ്മുടെ സിദ്ധുവിന് ഒരു കട്ടൻ കാപ്പി കൊടുക്കുന്നുണ്ട്. എന്താ സിദ്ധു കട്ടൻ കാപ്പി എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ലച്ചുവിന് അത് കണ്ടപ്പോ ഒരു അസൂയ. ലച്ചു വേഗം തന്നെ ഒരു ജ്യൂസ് ഒക്കെ അടിച്ചു കൊണ്ടുവന്നിട്ട് സിദ്ധു കട്ടൻ കുടിക്കണ്ട, ഈ ജ്യൂസ് കുടിച്ചോ എന്ന് പറയും. അപ്പൊ സിദ്ധു പറയുന്നുണ്ട് എനിക്ക് രാവിലെ കട്ടൻ കാപ്പി മതി എന്ന് പറയാട്ടോ. അപ്പൊ ലച്ച അവിടെ നിന്ന് ചൂളിപ്പോയേ. പിന്നെ നമ്മുടെ സിദ്ധു ആണെങ്കിൽ അടുക്കളയിൽ പോയിരുന്ന അവരെ നമ്മുടെ ഭവാനി മുമ്പയും കേശുവും ശിവാനിയായിട്ട് എല്ലാവരുമായിട്ടിരുന്ന് വർത്താനം പറഞ്ഞു. ഹോളിലും എല്ലാവരുമായിട്ടിരുന്ന് വർത്താനം പറഞ്ഞു. അപ്പൊ ലച്ചുവിന് നമ്മുടെ സിദ്ധുവിനോട് ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കാനോ ഒറ്റയ്ക്ക് കാണാനോ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ ലച്ചു ആണെങ്കിൽ അവിടെ ഇവിടെ നിന്ന് സിദ്ധു ഒരു കാര്യം പറയാനുണ്ട്, വന്നേ വന്നേ എന്നൊക്കെ പറഞ്ഞ് ആംഗ്യം കാണിച്ച് വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഷൂ ഷൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇവിടെ നിന്ന് വിളിക്കുന്നൊക്കെ ഉണ്ട്. ലാസ്റ്റ് സിദ്ധു നമ്മുടെ ലച്ചുവിന്റെ കോപ്രായൊക്കെ കണ്ടിട്ട് സിദ്ധു പബ്ലിക്കായിട്ട് ചോദിക്കുന്നുണ്ട്, എടി ലച്ചു നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പറഞ്ഞോ, നീ കുറെ നേരമായാലും കയ്യും കാലൊക്കെ ഇട്ട് കലാശം കാണിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പൊ ലച്ചുവിന് അത് പെട്ടെന്ന് ഫീൽ ആയിട്ടോ. അപ്പൊ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇതായിട്ട് നമ്മുടെ ലച്ചുവിനെ ഇങ്ങനെ കളിയാക്കുന്ന പോലെയൊക്കെ നോക്കുവാണേ. അപ്പൊ ലച്ചുവിന് പെട്ടെന്ന് സങ്കടവും ദേഷ്യവും ഒക്കെ കൂടി വന്നിട്ട് മുറിയിൽ പോയി പതിവ് പോലെ കഥ കടച്ചിട്ടോ അറ്റിയിരിപ്പ. നമ്മുടെ സിദ്ധുവും നമ്മുടെ മോളും വന്ന് വിളിച്ചിട്ടൊന്നും നമ്മുടെ ലച്ചു വാതിൽ തുറക്കുന്നില്ല. അപ്പൊ ലച്ചു ലാസ്റ്റ് ദേഷ്യം കയറി പറയുന്നുണ്ട്, അപ്പനും മോളും കൂടി എങ്ങാടോന്ന് വെച്ചാൽ പൊയ്ക്കോ, എങ്ങാടോന്ന് വെച്ചാൽ എവിടെയെന്ന് വെച്ചാൽ ഇരുന്ന് സംസാരിച്ച് എന്തോന്ന് വെച്ചാൽ ചെയ്തോ, ഞാനിനി നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നില്ല, എന്നെ വെറുതെ വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലച്ചു ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെയാണ്. അപ്പൊ സിദ്ധു എടി വാതിൽ തുറക്കടി, ഞാൻ പരിഹരിച്ചു തരാടി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ഭവാനി അമ്മൂമ്മ മക്കളെ ബാക്കി എല്ലാവരോടും മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് പോര് എന്നും പറഞ്ഞ് ഇങ്ങനെ നാണത്തോട് ചിരിക്കുന്നൊക്കെയുണ്ട്. എന്തായാലും നമ്മുടെ ലച്ചുവിന്റെ പരിഭവം മാറ്റാൻ പോവുകയാണ് നമ്മുടെ സിദ്ധു അല്ലെ. എന്താ അല്ലേ, കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.